തുടർച്ചയായ 4 ദിവസത്തെ സെല്ലിംഗ് ട്രെൻഡിന് അവസാനം നൽകിക്കൊണ്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് 0.53% ഉയർന്ന് 23,207 ക്ലോസിംഗ് നൽകി. മിഡ് ക്യാപ് ഇൻഡെക്സിലും സ്മോൾ ക്യാപ് ഇൻഡെക്സിലും ബൈയിങ് പ്രഷർ പ്രകടമായിരുന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് 1.98%, സ്മോൾ ക്യാപ് ഇൻഡെക്സ് 2.45% ഉയർന്നു. ഇന്ന് ഒട്ടുമിക്ക സെക്ടറുകളും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ തകർച്ചയിലും ഒരു സ്ട്രോങ് റിക്കവറി നമ്മൾക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ അയഞ്ഞതും ബ്രെൻഡ് ക്രൂഡിൻ്റെ വിലയിലുണ്ടായ സഡൻ ഡ്രോപ്പുമാണ് മാർക്കറ്റിൽ റിക്കവറിക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചത്. സെക്ടോറിയൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ എന്ന സെക്ടറായിരുന്നു ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. 4% ഉയർന്നു. PSU ബാങ്ക് 3.28% ഉയർന്നു. സെൻട്രൽ ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തുടങ്ങിയ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ 10% ഉയർന്നു. നിഫ്റ്റി എനർജി, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഓട്ടോ തുടങ്ങിയ ഇൻഡെക്സുകൾ 2 മുതൽ 3% ഉയരുകയും ചെയ്തു. അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളും ഇന്ന് ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി പവർ 20%, അദാനി എനർജി സൊല്യൂഷൻ 12% ഉയർന്നു. അദാനി ഗ്രൂപ്പിലെ മറ്റ് സ്റ്റോക്കുകളായ അദാനി എൻ്റർപ്രൈസസ്, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി പോർട്ട് തുടങ്ങിയ സ്റ്റോക്കുകളിൽ 5% റിക്കവറിയും കാണാൻ സാധിച്ചു. മാർക്കറ്റിൽ ഇന്നൊരു പോസിറ്റീവ് ക്ലോസിംഗ് വന്നെങ്കിലും 23,400 ഒരു പ്രധാന ഹഡിൽ തന്നെയാണ്. 23,400 എന്ന ഹഡിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാത്തിടത്തോളം കാലം മാർക്കറ്റിൻ്റെ അപ്സൈഡ് മാർക്കറ്റിൽ വന്ന ഈ ബൈയിങ് മൊമെൻറ്റത്തെ വിശ്വസിക്കാൻ ആകുകയില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ 23,400 മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസും 23,100, 23,135 തുടങ്ങിയവ പ്രധാന സപ്പോർട്ടുമായും പ്രവർത്തിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ഇൻട്രാഡേ ഡ്രോപ്പ് കാണാൻ സാധിച്ച ഒരു സ്റ്റോക്കാണ് HCL ടെക്നോളജി ലിമിറ്റഡ്. HCL ടെക്നോളജിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ആദ്യമായിട്ടാണ് സ്റ്റോക്ക് ഇൻട്രാഡേയിൽ ഇത്രത്തോളം ഇടിയുന്നത്. HCL ടെക് ഇന്ന് 8.5% ഇടിഞ്ഞ് 1,819 ക്ലോസിംഗ് നൽകി. 5 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.35. HCL ടെക് എന്ന സ്റ്റോക്ക് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള റവന്യൂ ഗൈഡൻസ് ദുർബലമായതും കമ്പനിയുടെ റവന്യൂവിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ റവന്യൂ മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഉയരാത്തതും കൊണ്ടാണ്. ക്വാർട്ടർലി റിസൾട്ടിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 8.3% വർദ്ധിക്കുകയും റവന്യൂ 3.4% വർദ്ധിക്കുകയും ചെയ്തെങ്കിലും മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈനായ റവന്യൂ കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിക്ക് ലഭിച്ച ടോട്ടൽ കോൺട്രാക്റ്റുകളുടെ അളവിലും അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളുടെ എണ്ണത്തിലും ഇടിവുണ്ട്. ഇത് വരും വർഷങ്ങളിൽ കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിക്കാനുള്ള സാധ്യതയുള്ളതും കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഗൈഡൻസ് കമ്പനി വീക്കറായി നിലനിർത്തിയതിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. HCL ടെക് IT സെക്ടറിലെ ഒരു സ്ട്രോങ് സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ഇടിവിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കണക്കാക്കണം. 1,750 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 1,750 എന്ന ലെവൽ പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്